ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇതാ വീണ്ടും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. സംഘപരിവാറിന്റെ ആപ്പീസ് പൊട്ടിയ മഹാറാലിയും സമ്മേളനവും. കൊച്ചിയിലെ മഹാറാലിയും മഹാസമ്മേളനവും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കപ്പെട്ടിരുന്നു. ദേശീയ മാധ്യമങ്ങൾ ആ റാലിയുടെ ചിത്രങ്ങളായിരുന്നു മുൻവശത്ത് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു റാലി, മഹാസമ്മേളനവും. ഇത് കോഴിക്കോടിലാണ്, മലബാറിലാണ്. മലബാറിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് വേണം സൂചിപ്പിക്കാൻ. കാരണം അത്രത്തോളം ജനക്കൂട്ടമുണ്ടായിരുന്നു, അത്രത്തോളം വലിയ ഒരു മഹാറാലിയായിരുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് തുടങ്ങി മുതലക്കുള മൈതാനിയിൽ അവസാനിച്ച ആ മഹാറാലിയിൽ ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. കാരണം എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു. BJP, RSS ഒഴികെ മറ്റുള്ളവരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. കോഴിക്കോട് മേയറാണ് ആ പൗരാവലിയുടെ ചെയർമാൻ. നേതൃത്വം നൽകിയതാവട്ടെ MP MK രാഘവനും അതുപോലെ തന്നെ T സിദ്ദീഖ് അടങ്ങുന്ന രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ തന്നെയായിരുന്നു ആ റാലിക്ക് നേതൃത്വം നൽകിയത്. വിവിധ മത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരടങ്ങുന്ന, പൊതുജനമടങ്ങുന്ന ആയിരങ്ങൾ, ലക്ഷങ്ങളാണ് ആ റാലിയിൽ ഉണ്ടായിരുന്നത്. ആ റാലിയെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഇതാണ് കേരളം. ഈ കേരളത്തെ അങ്ങനെയൊന്നും ആർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ രണ്ട് റാലികളെ കാണിച്ചിട്ട് നമുക്ക് തുറന്നു പറയാൻ വേണ്ടി സാധിക്കും. കോഴിക്കോടിനെ ഇളക്കി മറിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കേരളത്തെ അല്ല, ഇന്ത്യ രാജ്യത്തെ തന്നെ ഇളക്കി മറിച്ച ഒരു മഹാറാലിയും മഹാസമ്മേളനവുമാണ് കോഴിക്കോടിൽ അരങ്ങേറിയത്. ഇതിന് ചുക്കാൻ പിടിച്ചവർക്ക് പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ഒരു സല്യൂട്ട് നൽകാതിരിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ കേന്ദ്രവും സംഘപരിവാറും വിറച്ചുപോയി കാണും. കാരണം ഇതൊരു ആർജവമാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഈ നീക്കത്തിനെതിരെ ഒരേ സ്വരത്തിൽ ശബ്ദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ നെടും തൂണുകൾ വിറച്ചു പോയിട്ടുണ്ടാകാം. അമിത്ഷായും നരേന്ദ്രമോദിയും വിറച്ചു പോയിട്ടുണ്ടാകാം. ഇതൊരു വിപ്ലവമാണ്. ഇത് അവസാനിക്കുന്ന വിപ്ലവമല്ല. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് നിങ്ങൾ പിന്നിലോട്ട് പോയില്ലെങ്കിൽ കോഴിക്കോടും കൊച്ചിയിലും ഇനിയും ഇതേപോലെ മഹാറാലികൾ സംഘടിപ്പിക്കും. സംശയം വേണ്ട. ഈ മഹാറാലി തീർച്ചയായും ദേശീയ തലത്തിൽ അടക്കം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിലും നിങ്ങൾക്കായിരിക്കും ഒരു സംശയം വേണ്ട. കാരണം അത്രത്തോളം ജനപ്രവാഹം ഉണ്ടായിരുന്നു. പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളടങ്ങുന്ന ആളുകളും ഒക്കെ ചേർന്ന ആ മഹാറാലി പരിപൂർണ വിജയമായിരുന്നു, ശാന്തമായിരുന്നു. എല്ലാവരും വിളിച്ചത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു. ഇത് സംഘടിപ്പിച്ചവരാണ് കോഴിക്കോട്ടെ താരങ്ങൾ, അല്ല ഇന്ത്യയിലെ താരങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.